കൊള്ളപ്പലിശക്കാരെ അഴിക്കുള്ളിലാക്കി വീട്ടിലിരുത്തിയ മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി എന്നത് ഓർക്കുക. അദ്ദേഹം പുതിയ പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. പ്രോജക്റ്റ് സീറോ അഴിമതിക്കാരെ കൈക്കൂലിക്കാരെയൊക്കെ ഉദ്ദേശിച്ചുള്ളതാണ്. അതുകൊണ്ട് പ്രിയ ഉദ്യോഗസ്ഥരെ മറ്റു തരികിടകൾ കാണിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. സംഗതി അകത്തായിപ്പോവും. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ആ പുതിയ പ്രോജക്റ്റിലേക്കും നമുക്കൊന്ന് എത്തി നോക്കാം. പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സൈബറിന് എല്ലാം നടക്കുന്നുണ്ടോ? കുറച്ച് ലൂസായി നല്ലതായിട്ട് വന്നു സാർ സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ലതായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയായിട്ട് നമ്പർ 1 ആയിപ്പോയി. ആരെ പറ്റും പോലെ ഇപ്പോൾ അനിക്കത്ത് അശോക് എന്ന് പറയും, അവൻ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പ്രകാശ് അവർ നല്ല പ്രകാശിനൊക്കെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാമെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് അറിയാവുന്ന ആളുകൾ ടെക്നിക്കൽ മാനാണ്. ടെക്നിക്കൽ അല്ലേ? വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളൊരു വിലയിരുത്തലാണ് ഇന്നിവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്നത്. ഇതിൻ്റെ ചുമതല വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് എബ്രഹാമിനാണ്. ഇതിൻ്റെ IG ആയി പ്രവർത്തിക്കുന്നത് ശ്രീ തോംസണാണ്. ഇതിനോടൊപ്പം എൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അഡ്വൈസറായി ശ്രീ ഹേമേന്ദ്രൻ IPS ഉണ്ട്. ഇനി ഞങ്ങൾ പ്രധാനമായും ശ്രമിച്ചത് ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ പേര് പ്രോജക്റ്റ് സീറോ എന്നുള്ളതാണ്. ടുഗദർ ലെറ്റസ് ബിൽഡ് എ കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക. അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രൊജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ന് ബ്യൂറോ തന്നെ തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റാണിത്. ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെ അഴിമതി കണ്ടാലും അത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ അറിയിക്കാനുള്ള സംവിധാനം ജനങ്ങൾ പ്രയോജനപ്പെടുത്തണം. അവരാരാണ് പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം വിജിലൻസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ വിവിധ ശൃംഖലകളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും വലിയ വിപുലമായ ഒരു സർക്കാർ സംവിധാനത്തിൽ അഴിമതികൾ കണ്ടെത്തണമെങ്കിൽ അത് ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അഴിമതിക്കാരായ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും തീർച്ചയായും ഈ ബ്യൂറോയുടെ കണ്ണുകൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. പ്രോജക്റ്റ് സീറോ ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ജനങ്ങൾക്ക് അഴിമതിയില്ലാതെ അവർക്ക് സേവനങ്ങൾ എത്തുക എന്നുള്ളതാണ്.
ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ കൈമടക്ക് കൊടുക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഒരു പാവപ്പെട്ടവനും പണം കൊടുക്കാതെ അവൻ്റെ പ്രശ്നങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടായാൽ തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ അതിന് കൈമടക്ക് കൊടുക്കേണ്ട അവസ്ഥ പലയിടത്തുമുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിജിലൻ്റായ ഒരു പ്രവർത്തനം ആയിരിക്കും പ്രോജക്റ്റ് സീറോയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. പലരും മടി കൊണ്ട് പറയാത്തതാണ്. പലർക്കും ഇതിൻ്റെ പിന്നാലെ പോയി ഇനിയും വഴക്കോ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയ ആളുകൾ മറക്കുന്നതാണ്. അവരുടെ കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ പണം കൊടുക്കുക, കാര്യം നടത്തുക, പോവുക. ആ നിലപാടുകൾ ഉപേക്ഷിക്കണം. ഇത് സർക്കാരിൽ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങളുടെ അവകാശമാണ്, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളല്ല. ഇത് നമ്മുടെ അവകാശമാണ് എന്ന ബോധ്യം എല്ലാ പൗരന്മാർക്കും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളെ അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതും തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് അഴിമതി ഇല്ലാതാകണമെങ്കിൽ ജനങ്ങളുടെ പരിപൂർണമായ സഹകരണമാണ്. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിക്കുന്ന ഈ പ്രൊജക്റ്റ് സീറോ വലിയ വിപ്ലവം തന്നെ കേരളത്തിലുണ്ടാക്കും. ഭരണരംഗത്ത് ഇപ്പം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുള്ള കറപ്ഷൻ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പം ഡിജിറ്റൽ ക്രൈംസ് തന്നെ ഇപ്പം സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കറപ്ഷനും. ഈ തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള കറപ്ഷനും വളരെ വ്യാപകമാണ്. അപ്പോൾ അതിനെയെല്ലാം ഫലപ്രദമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് പ്രോജക്റ്റ് സീറോ. ഇത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ നേരത്തെ മനസ്സിലാക്കി അവിടെ അതിന് തടയിടുക എന്നുള്ളത്. ഇപ്പോൾ വിജിലൻസ് എന്ന് പറയുന്നത് അഴിമതി നടന്നിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ വിൽ വർക്ക് ആസ് എ ഡിറ്ററൻറ്റ്. അത് ആ നിലയിൽ പ്രവർത്തിച്ചാൽ അഴിമതി കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും അഴിമതി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നമ്മൾ മുൻകരുതലെടുക്കും, മുൻതൂക്കം നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു കാര്യം. അപ്പോൾ പ്രൊജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ അഴിമതിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ പരിപാടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഫലപ്രദമായി എന്നും എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം കുറേ പ്രവർത്തനം, പുതിയ ട്രാപ്പ് കേസുകൾ വരുന്നു. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ കൂടി ഊർജ്ജസ്വലമാക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസിലും അതുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം മേഖലകളിൽ ഇവരുടെ സാന്നിധ്യവും കേസ് അന്വേഷണവും ഒക്കെ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഇതിൻ്റെ ഈ ആൻറ്റി കറപ്ഷൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ സൗകര്യങ്ങളുടെ വർധനവ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ ഉൾപ്പെടുത്തും. വിജിലൻസ് മാനുവൽ 1969 ഉണ്ടാക്കിയ മാനുവലാണ്. അടുത്ത എത്രയും പെട്ടെന്ന് ആ വിജിലൻസ് മാനുവലിൽ കാലോചിതമായ മാറ്റമുണ്ടാക്കും. വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കും. അതിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് ഞാനിവിടെ പരിശോധിച്ച ശേഷം അതിന് അന്തിമമായ രൂപം വൈകാതെ നൽകുന്നതാണ്. ആ വിജിലൻസ് പ്രവർത്തിക്കേണ്ടത് വിജിലൻസ് മാനുവലിലൂടെയാണ്. ആ വിജിലൻസ് മാനുവൽ 69 ഉണ്ടാക്കിയ നിയമം ആയതുകൊണ്ട് പരിഷ്കരണം ആവശ്യമാണ്. ഇപ്പോൾ ടെക്നോളജിയുടെ കാലഘട്ടമായതുകൊണ്ട് ധാരാളം മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഡ്രാഫ്റ്റ് വിജിലൻസ് ഡയറക്ടർ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ആഭ്യന്തര വകുപ്പിന് അയച്ചിട്ടുണ്ട്.
അത് ഞാൻ കൂടി പരിശോധിച്ച ശേഷം അതിന് അന്തിമമായ രൂപം നൽകുന്നതാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വിജിലൻസ് നേരിടുന്നത് PC ആക്റ്റിൽ വന്ന ഒരു അമെൻമെൻറ്റാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ PC ആക്റ്റിലെ അമെൻമെൻറ്റ് 17ഉം 19ഉം പലപ്പോഴും അഴിമതികൾ കണ്ടെത്താനും അഴിമതികൾ പെട്ട ആളുകളെ ശിക്ഷിക്കാനുമുള്ള പ്രയാസം നമുക്ക് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ നേരിടുന്നുണ്ട്. ഞാനതിനായി സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ഒരാളാണ്. അതിൽ പറയുന്നത് ആരുടെയും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ മന്ത്രിയുടെയോ XMP, MP, MLA, XMLA, മുതിർന്ന ഉദ്യോഗസ്ഥൻ അവരുടെയൊക്കെ പേരിൽ വിജിലൻസിന് കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ അനുവാദം വേണം. അതൊരു വലിയ ദുഷ്കരമായ കാര്യമാണ്. പലപ്പോഴും അത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ അഴിമതി നിർമ്മാർജ്ജനം തടസ്സപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് മാറ്റാൻ വേണ്ടി ഞാൻ വ്യക്തിപരമായി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിസ്ഥിതിയിൽ കുറേ കൂടി വിജിലൻസിനെ ശക്തിപ്പെടുത്താൻ, വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ അഴിമതി കേസുകൾ വേഗത്തിൽ തീർക്കാൻ അങ്ങനൊരു വലിയ ഒരു പരാതി ജനങ്ങൾക്കുണ്ട്. അതിന് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റമൊന്നുമല്ല. പല കേസുകളും അന്വേഷിച്ചവർ കൊടുത്താൽ തന്നെ നിയമപരമായ തടസ്സങ്ങൾ, കോടതിയുടെ ഇടപെടൽ, ആളുകൾ സുപ്രീം കോടതിയിൽ പോകുന്നത്, അങ്ങനെ നിരന്തരമായ പല കോടതികളെ സമീപിക്കുന്നതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഡിലേ ഉണ്ടാകുന്നുണ്ട്. ആ ഡിലേ പരമാവധി ഒഴിവാക്കാനും ഫലപ്രദമാക്കാനും കേസുകളുടെ കൈകാര്യം ചെയ്യുന്ന നടപടികൾ ഫലപ്രദമാക്കാനും ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിലാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവെ സംസ്ഥാനത്ത് അഴിമതി നടത്തുന്നവരെ അവരുടെ ചെവിക്ക് പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സീറോയ്ക്ക് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു വിസിൽ ബ്ലോവറായി പ്രവർത്തിക്കാം. പണ്ടൊക്കെ കേരളത്തിലെ പത്രപ്രവർത്തകരാണ് ഈ അഴിമതികളൊക്കെ കണ്ടെത്തി പറയുന്നത്. അത് കുറഞ്ഞൊരു കാലഘട്ടമാണ്. അത് കുറഞ്ഞു വരുന്നുവെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ വിജിലൻസിനെ സഹായിക്കാൻ നിങ്ങളും മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള അഭ്യർത്ഥന. അല്ല, കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കണം, അതാണ് ലക്ഷ്യം. അതാണ് കൈക്കൂലി കൊടുത്താലേ സ്പീഡാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരൊന്നുമല്ല. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന, നല്ല കാര്യക്ഷമതയുള്ള, പണം വാങ്ങാതെ പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട്. നല്ലൊരു ശതമാനം, ചെറിയൊരു ശതമാനമായിരിക്കും ഈ കൈക്കൂലിയും അഴിമതിയും കൊള്ളയൊക്കെ നടത്തുന്നത്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഈ അഴിമതി എന്ന് പറയുമ്പോഴേ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ ശൃംഖലയാണ്. അപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ച് അവർക്കൊരു പരിധി ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഈ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നും നേതൃഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന അഴിമതി മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴേക്കും അതിനൊക്കെ വിജിലൻസ് എത്രമാത്രം മുൻപോട്ട് പോകാൻ കഴിയും? കാലത്തെ പോലെ ആയിരിക്കില്ല. ഏതായാലും വ്യത്യസ്തമായ സമീപനങ്ങളും ഞാൻ എല്ലാ കാലത്തും ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഞാൻ അവർക്ക് വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ട്രയൽ പൂർത്തിയാക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥർ ടോപ്പ് കേസിൽ പെട്ട് കഴിഞ്ഞാൽ 70 വയസ്സിലേക്കാണ് അയാളുടെ 80ാമത്തെ വയസ്സ്. 10 വർഷം കൂടിയോ, 10-9 വയസ്സാണ്. അതാണ് പ്രശ്നം. ഇവിടെ ഈ അഡ്വൈസേഴ്സും പ്രോസിക്യൂട്ടേഴ്സും രണ്ടായി തന്നിരിച്ചു ഇത്. പക്ഷേ വർഷങ്ങളായി ഈ പോസ്റ്റിംഗ് നടക്കാതെ താൽക്കാലിക പ്രോസിക്യൂട്ടേഴ്സാണ് വിജിലൻസ് കോടതിയിലുള്ളത്. അല്ല, അതിപ്പോൾ PSCക്ക് വിട്ടിരിക്കുകയാണ്. PSC വരുന്നവരേ ഉള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വന്നൊരു കാര്യമാണത്. അതിന് ഡയറക്ടർ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വേഗതയിൽ ചെയ്യും. കേസ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അരുൺ ചോദിച്ചത്. പല കേസുകളിലും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ കിടപ്പുണ്ട്. പാലാരിവട്ട അഴിമതി കേസ് 5 വർഷം എയർപോർട്ട് കൊടുത്തത് പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. അപ്പോൾ അതിൽ ആ പർട്ടിക്കുലർ കേസിൽ തന്നെ എന്തായിരിക്കും ഗവൺമെൻറ്? അല്ല, അതെന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് പരിശോധിക്കേണ്ടത്. പാർലമെന്റ് പാസാക്കിയ ആക്ട് താങ്കൾ തന്നെ നിയമ നടപടി പരിശോധിച്ചിട്ടുള്ളൂ. പക്ഷേ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്, എന്നിട്ടും സാധിച്ചില്ല. അപ്പോൾ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ തടസ്സമാകുന്ന രീതിയിൽ?
അല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എല്ലാ വിജിലൻസ് സംവിധാനങ്ങളും നേരിടുന്നൊരു പ്രശ്നമാണ്. പാർലമെൻറ്റ് ഡിബേറ്റ് പോലും നടന്നില്ല, ബഹളത്തിനിടയിൽ പാസ്സാക്കിയതാണ്, ആരും അറിഞ്ഞു പോലുമില്ല. വിജിലൻസിന്റെ മിന്നൽ പരിശോധനകൾ മനോജ് സാറിന്റെ ചുമതലയേറ്റ ശേഷം തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ മണ്ണ് മാഫിയക്കെതിരെ, ഒപ്പം തന്നെ വില്ലേജ് ഓഫീസുകളിൽ, സബ് രജിസ്റ്റർ ഓഫീസർ, അത്തരം മിന്നൽ പരിശോധനയിൽ തുടരുമെന്ന്. തീർച്ചയായിട്ടും അതിനൊക്കെ അവർക്ക് അധികാരമുണ്ടല്ലോ, അവർക്ക് അവകാശമുണ്ട്, അവരതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൈക്കൂലി കൊടുത്ത് അവർ ശരിയാക്കുന്ന കുറച്ച് ഏജന്റുമാരുണ്ട് എല്ലാ ഓഫീസുകളിലും, വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ. അവരും തീർച്ചയായിട്ടും അവരെ നമ്മൾ പിടിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾക്ക് പണം കൊടുക്കാതെ സർക്കാർ സേവനം കിട്ടുന്ന അങ്ങനെ കിട്ടുള്ളൂ എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റും, ഒരു സംശയവും വേണ്ട. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും നീതി നിഷേധിക്കപ്പെടുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇൻറ്റേർണൽ വിജിലൻസിനെ കൂടി ശക്തിപ്പെടുത്താൻ നമ്മൾ ഇപ്പം തീരുമാനിച്ചു. അവരോട് ആവശ്യപ്പെടാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെ വിജിലൻസ് ഉണ്ട്, അവരോട് കാര്യമായി പ്രവർത്തിക്കണം. അപ്പം അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ ഇപ്പം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഡയറക്ടർ തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒരു ട്രെയിനിങ് ക്യാമ്പ് കൂടെ നടത്തുന്നുണ്ട്. അല്ല, അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാനുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും സ്വീകരിക്കുക. അങ്ങനെ ആർക്കും ഇളവുകൾ കൊടുക്കാറില്ല. പരമാവധി ഇളവുകൾ കൊടുക്കാതെ മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്കൊരു ഉദാഹരണമായി മാറണം. ഈ ഉദ്യോഗസ്ഥൻ അയാൾ അഴിമതി ചെയ്തതുകൊണ്ട് അയാളെ ഗവൺമെൻറ് അല്ലെ വിജിലൻസ് ശിക്ഷിച്ചു എന്ന് വന്നാലേ മറ്റുള്ളവർ അഴിമതി ചെയ്യാതിരിക്കൂ. അങ്ങനെയില്ല, അങ്ങനെ ആരുടെ പിന്നാലെ പോകുന്നില്ല. അഴിമതി കണ്ടാൽ അത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരുടെയും പിന്നാലെ നടന്ന് നിരീക്ഷിക്കുകയൊന്നും ചെയ്യില്ല. അഴിമതി ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന് നടപടിയെടുക്കുക. അല്ല, അത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സംസാരിക്കും. അല്ല, ഡിജിറ്റൽ മേഖല കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണ രീതികൾ മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ടുഗദർ വി ബിൽഡ് എ കറപ്ഷൻ ഫ്രീ കേരള എന്ന നിലയിലേക്ക് നമ്മൾ മാറണം. അപ്പം സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളിലും മറ്റ് നടപടികളിലും പണം കൊടുത്താൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്നുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ഡിറ്ററൻ്റായി വിജിലൻസ് പ്രവർത്തിക്കും, കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഈ പുതിയ പദ്ധതി പ്രൊജക്റ്റ് 0 എന്ന പദ്ധതി ആരംഭിക്കുന്നത്. അല്ല, ഞങ്ങളിന്ന് പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിടക്കുന്ന കേസുകളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായിട്ടെല്ലാം സംസാരിക്കാനാണ് ഇന്നൊരു അഭിപ്രായം വന്നത്. അത് സംസാരിക്കും. അങ്ങനെ പോലീസ് ഏകപക്ഷീയം വേണ്ട. എങ്ങനെ വരും? രണ്ടുപേരും ജാഥ നടത്തി ഒരു കല്യാണം ഉണ്ടായ പിന്നെ പോലീസ് എന്ത് ചെയ്യും? പോലീസ് നിഷ്പക്ഷമായിട്ടേ പെരുമാറുകയുള്ളൂ. പോലീസ് അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും പെരുമാറില്ല. നമ്മൾ വിചാരിക്കണം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും അത് SFI ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാവരും സംയമനം പാലിക്കണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. രാത്രി മുഴുവൻ അത് സംഘർഷം കാരണം ആളുകൾക്ക് പോകാൻ പറ്റില്ല. എത്ര പേര് എന്നെ ഫോണിൽ വിളിച്ചു, സാർ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൂടെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ല, അതിനെപ്പറ്റി ഗവൺമെൻറ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതിന് ക്യാബിനറ്റ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചില കേസുകൾ ചിലപ്പം കോടതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ കോടതിയിൽ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കും. കേസുകളാണ് നമുക്ക് റെഫർ അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കും.
No, this is a project. This project is Project Zero. Together we let us build a corruption-free Kerala. So we are zero tolerance towards corruption. We wanted to eradicate corruption in all levels, especially when the public are approaching the government officials. There should not be any exchange of money for getting any benefit from the particular officer or the government on that office. So we want a corruption-free state, Kerala. That is the motto of the new government. Towards achieving that goal, we are starting this project. From the state. It will take time, and so that is why we are asking the full cooperation of the media and the general public also. Without the support of media and general public, we cannot eradicate this social evil corruption. With the support of the general public, I think that we can able to find a good, we can able to achieve this goal. Thank you very much. അപ്പോൾ ബിവെയർ ഓഫ് പുതിയ ആഭ്യന്തരമന്ത്രി, സൂക്ഷിക്കുക. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്, മറക്കണ്ട.